വളരെ മുൻപ് നടന്നൊരു കഥയാണ്. ഒരു കുറുക്കനും ഒരു കൊക്കും സ്നേഹിതന്മാരായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. നീ എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരുമോ? തീർച്ചയായും, മുടങ്ങാതെ നിന്റെ വീട്ടിലേക്ക് വരും. അത് ശരി, എനിക്ക് ഭക്ഷിക്കാൻ നീ എന്തു തരും? ഞാനത് നിന്നോട് പിന്നെ പറയാം. ശരി, ഞാൻ എപ്പോൾ ഏത് സമയത്ത് വരണം? നാളെ രാത്രി 7 മണിക്ക് ശേഷം. നിനക്ക് ഒരു ജോലിയില്ലല്ലോ. എനിക്കൊരു പണിയുമില്ല. ഞാൻ തീർച്ചയായും വരാം. ശരി, നാളെ കാണാം. നാളെ നീ മറക്കാതെ വരണം കേട്ടോ. തീർച്ചയായും വരും. അടുത്ത ദിവസം തന്നെ കൊക്ക് കുറുക്കന്റെ വീട്ടിലേക്ക് ശരിയായ സമയത്തിലെത്തി. ഹലോ, നിങ്ങൾ അകത്ത് വന്ന് കുറച്ച് വിശ്രമിക്കൂ. നിങ്ങൾക്ക് ഭക്ഷണം ശരിയാക്കിയിട്ടുണ്ട്. സുഹൃത്തേ, എന്നെ വിരുന്നിന് ക്ഷണിച്ചില്ലേ? നീ എനിക്ക് വേണ്ടി എന്താ ഒരുക്കിയിട്ടുള്ളത്? ഞാൻ ഒരുപാട് രുചിയുള്ള സൂപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ സൂപ്പ് തനിക്ക് ഒരുപാട് ഇഷ്ടമാവോന്ന് എനിക്കറിയാം. കൊക്ക് കഴിക്കുവാനിരുന്നപ്പോൾ കുറുക്കൻ അകത്തു പോയി 2 പരന്ന പാത്രം കൊണ്ടുവന്നു. അതിലേക്ക് സൂപ്പ് വിളമ്പി. എന്താ, എന്ത് പറ്റി നിനക്ക്? എനിക്ക് ഇത് കുടിക്കാനാവില്ല. എന്റെ മൂക്ക് വളരെ വലുതാണ്. എന്ത്? സത്യമാണോ? ശരി, നിനക്ക് നല്ല നീളമുള്ള മൂക്കുണ്ടല്ലോ. ആ മൂക്കുകൊണ്ട് നിനക്ക് വലിച്ചു കുടിക്കാമല്ലോ. കുടിക്കാമായിരുന്നു, പക്ഷേ സാരമില്ല. അതവിടെ ഇരിക്കട്ടെ. നീ എനിക്ക് വിരുന്ന് തന്നതുപോലെ ഞാനും നിനക്ക് വിരുന്ന് തരാൻ ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്റെ വിരുന്നിൽ നീയും പങ്കെടുക്കണം. വരില്ലേ? ആ, തീർച്ചയായും ഞാൻ വരാം. എങ്കിൽ നീ നാളെ രാത്രി തന്നെ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ തീർച്ചയായും വരാം. അന്ന് രാത്രി കൊക്ക് വളരെ വിശപ്പോടുകൂടി തന്നെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം കൊക്കിന്റെ വീട്ടിലേക്ക് കുറുക്കൻ കൃത്യസമയത്ത് തന്നെ എത്തി. ആഹാ, വരൂ എന്റെ സുഹൃത്തേ. നിനക്ക് വേണ്ടി ഞാൻ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എനിക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നീ എന്റെ പ്രത്യേക വിരുന്നുകാരനല്ലേ? അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും. എന്ത്? സത്യമാണോ? അതെ, സത്യമായിട്ടും. ശരി, വാ, അകത്തേക്ക് വന്നിരിക്കെ. നിനക്ക് വേണ്ടി ഞാൻ സൂപ്പ് വിളമ്പാം. കുറുക്കൻ വല്ലാതെ വിയർത്തുപോയി. കാരണം കൊക്ക് ഉയർന്ന ഗ്ലാസ്സിലായിരുന്നു സൂപ്പ് കൊണ്ടുവന്നത്. പക്ഷേ ആ ഉയർന്ന ഗ്ലാസ്സിലുള്ള സൂപ്പ് കുറുക്കന് തന്റെ വായ കൊണ്ട് കുടിക്കുവാൻ സാധിച്ചില്ല. കാണുമ്പോ തന്നെ സൂപ്പ് നല്ല രുചിയായും ഭംഗിയായും ഉണ്ടാവുമെന്ന് തോന്നുന്നു സുഹൃത്തെ. എന്നെ കൊണ്ട് ഇത്രയും ചെറിയ പാത്രത്തിൽ എന്റെ വായ വെച്ച് കുടിക്കാൻ പറ്റില്ല സുഹൃത്തെ. എന്ത്? സത്യമാണോ? എങ്കിൽ പാത്രത്തിന്റെ മോൾ ഭാഗം മാത്രമേ നിനക്ക് എത്തുള്ളൂ, അങ്ങനെയല്ലേ? ആ, അതെ. ശരി, സാരമില്ല. എന്റെ പൊന്നു സുഹൃത്തേ, ഞാനിത് പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്. നല്ലത് ചെയ്യുന്നവന് നല്ലത് കിട്ടും, നാശം വിചാരിക്കുന്നവൻ നശിച്ചു പോകും. കുട്ടികളെ, നല്ല കാര്യം മാത്രം എപ്പോഴും ചെയ്യണം. നല്ലത് ചെയ്യുന്നവന് നല്ലത് കിട്ടും, നാശം വിചാരിക്കുന്നവൻ നശിച്ചു പോകും. അത് ഒരു വേനൽക്കാലമായിരുന്നു. ഒരു ദിവസം ഒരു കുറുക്കൻ കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നു.
ആ വഴിയെ അത് ഒരു കിണറ് കണ്ടു. ആ കിണറ്റിൽ എത്തി നോക്കാൻ ശ്രമിച്ച കുറുക്കൻ കാല് തെന്നി കിണറ്റിന്റെ അകത്ത് വീണു. ദൈവമേ, ഈ കിണറ്റിലെ വെള്ളം വളരെ തണുപ്പാണല്ലോ. ഞാൻ എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങും? ഇത്ര ഉയരം കൂടിയ ചുമരിൽ ഞാൻ എങ്ങനെ കയറും? എനിക്ക് കുറച്ച് വെള്ളം മതി, പക്ഷെ ഇത്ര വെള്ളം എനിക്ക് ആവശ്യമില്ല. ആ സമയത്ത് ദാഹത്തോടെ നടന്നു വന്ന ഒരാട് ആ ഭാഗത്തേക്ക് ചെന്നു. കിണറ്റിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് ആ ആട് ശ്രദ്ധിച്ചു. എന്താ ഇത്? കിണറ്റിൽ നീ എന്ത് ചെയ്യുന്ന കുറുക്കൻ? എന്തെങ്കിലും കളഞ്ഞതാണോ? അല്ല എന്റെ സുഹൃത്തെ, എനിക്ക് വെള്ളം ദാഹിച്ചിരുന്നു. അതാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ഇറങ്ങിയതാ. ഈ വെള്ളം കുടിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും. നീ വേണമെങ്കിൽ ഇതിൽ ഇറങ്ങി കുടിച്ചു നോക്ക്. ഉടൻ തന്നെ ആട് ആ കിണറ്റിന്റെ അകത്ത് ചാടി. നീ പറഞ്ഞത് ശരിയാ. ഈ വെള്ളം നല്ല രുചിയായിട്ടും ഉന്മേഷമായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിന്ന് എങ്ങനെയാ പുറത്തേക്ക് പോകേണ്ടത്? എന്തു ചെയ്യാനാ, കിണറ്റിന്റെ ചുമര് വലുതായിട്ടുണ്ട്. നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ പുറവിൽ കയറി ഞാൻ പുറത്തേക്ക് പോകും. ഞാൻ പുറത്തേക്ക് പോയതിനു ശേഷം നീ ഈ കിണറ്റിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ഏതെങ്കിലും ഒരു വഴിയിൽ നിനക്ക് സഹായിക്കുമായിരുന്നു. ആട് നിന്ന് കൊടുത്തു. ആടിന്റെ പുറമേ കയറി കൂർക്കൻ പുറത്തേക്ക് ചെന്നു. പിന്നീട് താഴെ നോക്കി ആടിനോട്, സഹായിച്ചതിന് വളരെ നന്ദി സുഹൃത്തെ, നമുക്ക് വീണ്ടും കാണാം. എന്താ ഇത് സുഹൃത്തെ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്നെ വിട്ടു പോകരുത്. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരും? ഇത് കിണറ്റില് ചാടുന്നതിന് മുൻപ് ആലോചിക്കേണ്ടതായിരുന്നു. എന്തേ നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്തു ചെയ്താലും നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഞാനും നടന്നത്. ഇങ്ങനെ പറഞ്ഞ ആ കൂർക്കൻ അവിടുന്ന് രക്ഷപ്പെട്ടു. കുട്ടികളെ, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഏത് കാര്യം ചെയ്താലും ഒരു പ്രാവശ്യത്തിലേറെ നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. സൂത്രധാരനായ കുറുനരി. ഒരു കാട്ടിൽ ഒരു കുറുനരി വസിച്ചിരുന്നു. അവൻ ഭക്ഷണം അന്വേഷിച്ച് അങ്ങുമിങ്ങും ചുറ്റിത്തിരിഞ്ഞു. അതൊരു നിർഭാഗ്യകരമായ ദിവസമായിരുന്നു. അവന് തിന്നാൻ ഒന്നും കിട്ടിയില്ല. വിശന്ന് വലഞ്ഞ് ക്ഷീണിതനായി നടന്ന് നടന്ന് അവനൊരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഒരു ചായം മുക്കുകാരന്റെ വീട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീടിന്റെ മുൻവശത്ത് വലിയ ഒരു തൊട്ടി വെച്ചിരുന്നു. ദിവസവും ചായം മുക്കുകാരൻ ഈ തൊട്ടിയിൽ ചായമൊഴിച്ച് കലക്കുമായിരുന്നു. അന്ന് ആ തൊട്ടിയിൽ നീല നിറച്ചായമൊഴിച്ചാണ് കലക്കിയത്. കുറെ നേരമായി അലഞ്ഞു നടന്നിരുന്ന ആ കുറുനരിക്ക് ദാഹിക്കാൻ തുടങ്ങി. അവൻ ആ തൊട്ടി കണ്ടു. അതിൽ വെള്ളമുണ്ടായിരിക്കുമെന്ന് കരുതി. അവൻ വെള്ളം കുടിക്കാനായി മുൻപോട്ട് ആഞ്ഞപ്പോൾ സമനില തെറ്റി തൊട്ടിക്കുള്ളിലേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് അവന് അത് കുടിക്കാനുള്ള വെള്ളമല്ല, ചായമാണെന്ന് മനസ്സിലായത്. അവന്റെ ശരീരത്തിന്റെ നിറം നീലയായി മാറിയെന്നും അവൻ അറിഞ്ഞു. മറ്റുള്ളവർക്കിനി തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലെന്നും താനൊരു പുതിയ മൃഗമായി മാറിയിരിക്കുന്നു എന്നും അവന് ബോധ്യമായി.
കുറുനരി ഒരു സൂത്രശാലിയായിരുന്നതിനാൽ മറ്റുള്ള മൃഗങ്ങളെ ഈ നീല നിറ ശരീരം ഉപയോഗിച്ച് എങ്ങനെ കബളിപ്പിക്കാം എന്നവൻ ആലോചിക്കാൻ തുടങ്ങി. അവൻ തന്റെ പുതിയ രൂപവുമായി കാട്ടിലേക്ക് മടങ്ങി. ഒരു നേതാവിനെ പോലെ അവൻ ഉറക്കെ കാട്ടിലുള്ള മറ്റെല്ലാ മൃഗങ്ങളെയും വിളിച്ചു. എല്ലാവരും വരൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നേതാവാകാൻ വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം എനിക്ക് ഈ നീല നിറം തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ എല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കണം. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തെ പുച്ഛിക്കുന്നതായാണ് അർത്ഥം. എനിക്ക് കൊട്ടാരം പോലെയുള്ള ഒരു ഗുഹ താമസിക്കാനായി വേണം. അതുപോലെ എനിക്ക് നല്ല ഭക്ഷണവും നിങ്ങൾ നൽകേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ദൈവത്തിന്റെ ഒരു സന്ദേശവാഹകൻ കാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കില്ലേ? ഒരു രാജാവിനെ പോലെ കുറുനരിയുടെ ഇടതുഭാഗത്ത് സിംഹവും വലതുഭാഗത്ത് പുലിയും കാവൽക്കാരായി നിൽക്കുമായിരുന്നു. ഇരുവശത്തും കുരങ്ങന്മാർ കയ്യിൽ മുന്തിരിങ്ങയുമായി രാജാവിന് സമർപ്പിക്കാൻ നിന്നിരുന്നു. കുരുവികൾ ഗാനമാലപിക്കുമ്പോൾ അതിനനുസരിച്ച് മയിലുകൾ നൃത്തമാടി. കരടി ഭക്ഷണം തയ്യാറാക്കി. മാനുകൾ സഹായികളായി പ്രവർത്തിച്ചു. മറ്റുള്ള കുറുക്കന്മാർ തന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ ഈ കുറുനരി എപ്പോഴും അവയിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് നിന്നിരുന്നത്. എല്ലാ കുറുക്കന്മാർക്കും ഒരു കാര്യത്തിൽ വല്ലാത്ത ആശയക്കുഴപ്പമായിരുന്നു. പുതിയ രാജാവ് വന്ന് സ്ഥാനമേറ്റ അന്നു മുതൽ അവരിൽ ഒരാളെ മാത്രം കാണാതെ പോയല്ലോ എന്ന്. അങ്ങനെ ഒടുവിൽ സത്യം കണ്ടെത്താനായി അവർ ഓലിയിടാം എന്ന് തീരുമാനിച്ചു. ഒരു ദിവസം അവർ പദ്ധതിയിട്ടതുപോലെ തന്നെ അതിരാവിലെ ഒരു കുറുനരി ഓലിയിടാൻ തുടങ്ങി. ഇത് കേട്ടയുടനെ പുതിയ രൂപത്തിലുള്ള ആ നീലക്കുറുക്കന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ തിരിച്ച് ഓലിയിടാൻ ആരംഭിച്ചു. ഓലിയിടുന്ന ശബ്ദം മറ്റുള്ള മൃഗങ്ങൾ കേട്ട ഉടനെ അവർക്ക് സത്യാവസ്ഥ ബോധ്യമായി. ദൈവമേ, അയ്യോ, ഇവൻ വെറും കുറുനരിയായിരുന്നു. ഇവൻ നമ്മളെ ചതിച്ചു. അവന്റെ കൗശലം മനസ്സിലാക്കാൻ നമ്മൾ അവന്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ടിരുന്നു. മൃഗങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ ആ കുറുനരിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ച് ചവിട്ടിക്കൊന്നു. ഗുണപാഠം: എപ്പോഴും എല്ലാവരെയും കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. സത്യം മറച്ചു പിടിക്കാനാവില്ല. എന്നെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരും.